പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശു കർത്താവെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ജീസസ്, അഡോർ യു ജീസസ് ക്രൈസ്റ്റ്, വർഷിപ്പ് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം നിക്കോദെമോസ് എന്ന യഹൂദ പ്രമാണിയെ ബൈബിളിൽ പ്രതിപാദിക്കുന്ന ചില ഭാഗങ്ങളാണ്. ആദ്യമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ, ഫരിസേയരിൽ നിക്കോദെമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദെമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. യഹൂദ പ്രമാണിയായിരുന്ന നിക്കോദെമോസ് യേശു ആ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കേട്ട് നാട്ടുകാരെ ഭയപ്പെട്ട് തലയിൽ മുണ്ടിട്ട് രാത്രിയിൽ എന്തോ വലിയ തെറ്റ് ചെയ്യുന്നത് പോലെ, അങ്ങനെയുള്ളവരാണല്ലോ തലയിൽ മുണ്ടിട്ട് പോകുന്നത്. സൊസൈറ്റിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ തലയിൽ മുണ്ടിടുന്നത്. അപ്പോൾ നിക്കോദെമോസ് ഈ പ്രമാണി, യഹൂദ പ്രമാണി, ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ട് ഇവന് ദൈവത്തിൽ നിന്ന് ശക്തിയില്ലെങ്കിൽ ഇതൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി രാത്രിയിൽ പതുങ്ങി ക്രിസ്തുവിനെ കാണുവാനായിട്ട് പോവുകയാണ്. രഹസ്യമായിട്ട്, സമൂഹത്തെ പേടിച്ചുകൊണ്ട്. എന്നാലും ഇവൻ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി രഹസ്യമായി ക്രിസ്തുവിനെ കാണുവാനായി പോവുകയാണ്. അപ്പോൾ ക്രിസ്തു അവനോട് വീണ്ടും പറയുകയാണ്, ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, ഒരു പുതിയ മനുഷ്യനായി വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ അവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യമാണ് എന്ന കാര്യം ക്രിസ്തു വീണ്ടും നിക്കോദെമോസിനോട് പറയുന്നു. വീണ്ടും യോഹന്നാൻ 7:37, ജീവജലത്തിന്റെ അരുവികൾ. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. എന്നിൽ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ
ഒഴുകും. അപ്പോൾ ക്രിസ്തുവിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്നവർക്ക് അവരുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും നിറപൊട്ടും. ലോകം മുഴുവൻ ദ്വേഷിച്ചാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രത്യാശയും സന്തോഷവും, യഥാർത്ഥ സന്തോഷവും, ഈ ലോകം നൽകുന്നത് പോലെ അല്ലാത്ത അൺകണ്ടീഷണൽ ലവ്, അതുപോലെ സമാധാനം, ജീവജലത്തിൻ്റെ, അവർ ജീവനുള്ളവരായി തീരും. അവർ മൃതരായിരിക്കുകയില്ല. ജീവജലത്തിൻ്റെ അരുവികൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടും. ആർക്ക്? എന്നിൽ വിശ്വസിക്കുന്നവർക്ക്. ഇത് കേട്ടപ്പോൾ ആ യഹൂദ പ്രമാണിമാരുടെയൊക്കെ ഇടയിൽ വലിയ ഒരു തർക്കം പൊട്ടിപ്പുറപ്പെട്ടു. ഇവൻ ആരാണിതൊക്കെ പറയാൻ? ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അധികാരത്തിനൊക്കെ എന്തു പറ്റും? നമ്മുടെ സ്ഥാനത്തിന് എന്തു പറ്റും? എല്ലാവരും നമ്മളെ ഇനി ബഹുമാനിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകളും ഭയവും, അങ്ങനെ ഒരു തർക്കം അവരുടെ ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പൊ വീണ്ടും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7:50, മുമ്പൊരിക്കൽ യേശുവിന്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനുമായ നിക്കോദെമോസ് അപ്പോൾ അവരോട് ചോദിച്ചു, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? ആദ്യമായി നിക്കോദെമോസ് ആദ്യം രഹസ്യമായിട്ടാണ് ക്രിസ്തുവിനെ സന്ദർശിച്ചത്. ഇവിടെ കുറച്ചുകൂടെ പരസ്യമായി ക്രിസ്തുവിനെ അനുകൂലമായ ഒരു നിലപാട് ഈ തർക്കിക്കുന്നവരുടെ ഇടയിൽ അവൻ എടുക്കുന്നു. അന്നത്തെ നിയമമനുസരിച്ച് ആർക്കെങ്കിലും എതിരായി കുറ്റം വിധിക്കുകയാണെങ്കിൽ ആദ്യം അവന് പറയാനുള്ളത് കൂടി കേൾക്കുക എന്ന മര്യാദ നിലനിന്നിരുന്നു. അപ്പോൾ അത് ഇവന് കൊടുക്കണ്ടേ എന്ന് നിക്കോദെമോസ് വാദിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി വാദിക്കുന്നു. വീണ്ടും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:38, യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്തിയക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട് നിക്കോദെമോസും അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർന്ന് ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിന്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിക്കോദെമോസ് ആദ്യം ഒളിച്ചും പാത്തും ക്രിസ്തുവിനെ സന്ദർശിച്ചു. രണ്ടാമത് ക്രിസ്തുവിന് അനുകൂലമായ നിലപാട് എടുക്കുകയാണ്. അവനും ഒരു ചാൻസ് കൊടുക്കണം, അവന്റെ ഭാഗം പറയാൻ എന്ന ഒരു നിലപാട് നിക്കോദെമോസ് അന്നത്തെ പൗരപ്രമുഖരുടെ ഇടയിൽ എടുക്കുകയാണ്. ഏറ്റവും ആശ്ചര്യകരമായിട്ടുള്ളത്, യേശുവിൻ്റെ മരണസമയത്ത് യേശു മരിക്കുമ്പോൾ അവൻ്റെ എല്ലാ ശിഷ്യന്മാരും അവനെ വിട്ട് ഓടിപ്പോയിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും തലയ്ക്കടിയേറ്റപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞു, ചിതറിപ്പോയി. അപ്പോൾ ക്രിസ്തുവിൻ്റെ പരസ്യ ശിഷ്യന്മാരൊക്കെ ഓടിപ്പോയി. രഹസ്യ ശിഷ്യനായിരുന്ന അരിമത്യക്കാരൻ ജോസഫ് വന്ന് അവൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുവാനുള്ള
ഒരു ധൈര്യം കാണിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇവൻ ദൈവപുത്രനാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ തല വെട്ടിക്കളഞ്ഞായാലും ശരി, അങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ മൃതശരീരം സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇതാ വരുന്നു, ഒളിച്ചും പാത്തും ക്രിസ്തുവിനെ കാണുകയും ക്രിസ്തുവിന് അനുകൂലമായ നിലപാടുമെടുത്തവനുമായ നിക്കോദെമോസ് 90 കിലോ സുഗന്ധദ്രവ്യങ്ങളുമായി പബ്ലിക്കായിട്ട് വരികയാണ് ക്രിസ്തുവിൻ്റെ ശവസംസ്കാരത്തിനായി. എന്തൊരു മാറ്റമാണിത്, എന്തൊരു ധൈര്യമാണിത്. സാധാരണ ഒരു നേതാവ് ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും അവന് അനുയായികൾ ഉണ്ടാവുക. നേതാവ് കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അനുയായികൾ ചിതറിപ്പോകും. ക്രിസ്തുവിൻ്റെ മരണത്തിലും നമ്മൾ കണ്ടത് അതാണ്. പത്രോസൊക്കെ ഓടിക്കളഞ്ഞു, യൂദാസ് ഒറ്റിക്കൊടുത്ത്, ശിഷ്യന്മാരിൽ എല്ലാവരും ഓടിപ്പോയി. രഹസ്യ ശിഷ്യന്മാരാണ് അവസാന നാളുകളിൽ ധൈര്യമായി ഇവൻ ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ പോലും റിസ്കിലാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് വരികയാണ്. ക്രിസ്തുവിൻ്റെ ശരീരം ഏറ്റെടുക്കുവാനും അത് അന്നത്തെ വിധിപ്രകാരം സംസ്കരിക്കുവാനും. നിക്കോദെമോസ്, എന്തൊരു വലിയ പരിണാമം, എന്തൊരു വലിയ ഒരു ധൈര്യം. ആദ്യം ഒളിച്ചും പാത്തും രാത്രിയിൽ മുഖം മൂടിക്കൊണ്ട് ക്രിസ്തുവിനെ സന്ദർശിച്ചവൻ, അവസാനമായപ്പോൾ പബ്ലിക്കായി ക്രിസ്തുവിൻ്റെ ശവസംസ്കാരത്തിനായി സുഗന്ധദ്രവ്യങ്ങളുമായി വന്ന് ക്രിസ്തുവിൻ്റെ ശവസംസ്കാരം അന്നത്തെ വിധിപ്രകാരം നടത്തുവാനുള്ള ധൈര്യം കാണിച്ച നിക്കോദെമോസ്, നമുക്കെല്ലാവർക്കും മാതൃകയാകേണ്ട നിക്കോദെമോസ്. ഈ സമൂഹത്തെ പേടിച്ചും ഭയന്നും അവസരവാദവും ഒക്കെയുമായി നമുക്ക് വല്ല ഗുണം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ രീതിയിൽ അവസരത്തിനൊത്ത് ക്രിസ്തുവിനെ കുറിച്ച് പറയുകയും മിണ്ടാതിരിക്കുകയും വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതികളിൽ നിന്ന് നമുക്ക് ഒരു മോചനം. അതാണ് നിക്കോദെമോസ്, എ ഫിയർലെസ് ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, ക്രിസ്തു കുരിശിൽ മരിച്ചു. അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഏറ്റവും കൺഫ്യൂഷൻ നിറഞ്ഞ ആ സമയത്ത് മുന്നോട്ട് വന്ന ക്രിസ്തുവിനെ പരസ്യമായി ഏറ്റുപറഞ്ഞുകൊണ്ട്, ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട്, സ്വന്തം സമൂഹത്തിനെതിരായി പോലും എണീറ്റ് നിന്ന് പബ്ലിക്കായി ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ നിക്കോദെമോസ്. ദൈവമേ, ഇപ്രകാരമുള്ള ഒരു ധൈര്യം, ഒരു ബോൾഡ്നെസ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ജീവന്റെ നാഥനായി സ്വീകരിക്കുവാനും യാതൊരു ഭയവും കൂടാതെ, യാതൊരു ജാള്യതയും കൂടാതെ ക്രിസ്തുവിനെ ഏറ്റുപറയുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ഈ ഈസ്റ്റർ സമയത്ത് ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. നിക്കോദെമോസിനെ പോലെ ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ ശക്തിയോടും കൂടെ ഏറ്റുപറയുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ.